ഞാൻ ഒരു പുതിയൊരു കോള് പോയിട്ട് വന്നേക്കത്താ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കൃത്യസമയത്ത് ഞാൻ വന്നത്. ഞാൻ എപ്പോഴും WCC ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൽ കലക്കി പെൺകുട്ടികളായ ഇങ്ങനെ വേണം. അഭിനയം കണ്ടാ ശരിക്കും വട്ടാണെന്നേ തോന്നുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ആക്രമണം നേരിട്ട സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ വരുന്നത്. ഈ വിഷയം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ഞാൻ എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. ഇത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങോടാ. ഒതുക്കി തന്നാ പോരെ. അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. പക്ഷേ കഴിയുന്നിടത്തോളം അവരെ സഹായിക്കാനുള്ള ഒരു ശ്രമവും നടത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ തലയോട്ട് അടിച്ച് പൊട്ടിച്ചതാ. ഈ ഇപ്പം ഒരു 4 ദിവസം മുമ്പ് ഒരു സ്ത്രീയെ കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ പോയി അവിടെ വെച്ച് സർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എന്തുകൊണ്ട് എടുക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. കാരണം അവർക്കൊരു സഹായം ആവശ്യമുണ്ട്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഇപ്പം ഞങ്ങളുടെ ഡബിംഗ് സ്റ്റുഡിയോയിൽ തന്നെ പണ്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത്, ടെക്നീഷ്യൻസ്, സ്ത്രീകൾ പലരും ഞങ്ങൾ എങ്ങനെയാ മാഡം അങ്ങോട്ട് പോകേണ്ടത്, ഇത് ആരുടെത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. നിനക്ക് നാണമില്ല ക്രിസ്പി വിളിച്ചെന്നോട് പറയാൻ? ഞാനിപ്പോ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാമെന്ന് കരുതി തന്നെയാ വന്നത്. പക്ഷെ എനിക്ക് തോന്നി അങ്ങനെയല്ല, എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ വെക്കണം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. മൈക്ക് ഒന്ന് കൊടുക്കോ തിരിച്ച്? ചേച്ചി, you know me. You can get easily my number. Why haven't you joined the collective? I have a strong answer. So I have a strong. ഈ WCC തുടങ്ങുന്ന അന്ന് രാവിലെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നു ടെലിവിഷനിൽ നിങ്ങളെല്ലാവരും മിനിസ്റ്ററെ കണ്ടു. എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? വിളിച്ചില്ല. അതായത് മിനിസ്റ്ററെ കാണാൻ പോകുന്ന മീറ്റിങ്ങിനല്ല, ബിഫോർ ദ മീറ്റിംഗ്, ബിഫോർ ദ CM മീറ്റിംഗ് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? ഞാനൊന്നും ഓർക്കുന്നില്ല. ചോദിച്ചപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞ ഒരു ഉത്തരമാണ്, നിങ്ങളെ ഇതിൽ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു. എന്നെ ഇപ്പൊ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ലിമിറ്റ്, അതുകൊണ്ടാണ്. അല്ലാതെ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു.